കർത്താവിലേറ്റം പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് വീണ്ടും തിരുവചനം ധ്യാനിപ്പാനായി ലഭിക്കുന്ന വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വിശുദ്ധ എവൻഗേലിയനായി വായിച്ചു കേട്ട വേദഭാഗം സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സസ് 11 to 32. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, വേഴ്സസ് 11 to 24. ഈ വേദഭാഗത്തിന് സാധാരണയായി നമ്മൾ പറയുന്ന ഒരു പേര് പാരബിൾ ഓഫ് ദി പ്രൊഡിഗൽ സൺ, മുടിയൻ പുത്രൻ്റെ കഥ എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ അപ്രകാരം ഒരു പരാമർശം ഇല്ല. അതിൻ്റെ വിശദാംശങ്ങൾ പ്രസംഗമധ്യേ പറയുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ വിടുകയാണ്. The theme for our meditation this morning is from the law of lust to law of grace. From the law of lust to law of grace. ആസക്തിയുടെ നിയമത്തിൽ നിന്നും കൃപയുടെ നിയമത്തിലേക്ക്, ആസക്തിയുടെ നിയമത്തിൽ നിന്നും കൃപയുടെ നിയമത്തിലേക്ക്. ഇന്ന് സഭയായി ലഹരി വിരുദ്ധ ഞായറായി കൊണ്ടാടുന്ന ദിവസമാണ്. ആസക്തികൾക്ക് അടിമപ്പെട്ട ആളുകളുടെ വിമോചനത്തിനായി പ്രവർത്തിക്കുന്ന 8 സ്ഥാപനങ്ങൾ നമ്മുടെ സഭയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. ആസക്തികൾക്ക് അടിമകളായി ജീവിതം നഷ്ടപ്പെടുത്തുന്ന അനേക ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ വീണ്ടെടുപ്പിനായി സഭ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും ഇന്ന് നാം പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ രാവിലെ ഈ തിരുവചന ധ്യാനത്തിൽ പ്രാർത്ഥനാപൂർവം പങ്കുചേരുവാൻ നിങ്ങളെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. There is no chapter of the New Testament so well known and so dearly loved as the 15th chapter of Luke's Gospel. വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായത്തെ പോലെ സുപ്രസിദ്ധവും എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്നതുമായ ഒരു ഭാഗമില്ല എന്നാണ് പ്രശസ്ത വേദപണ്ഡിതനായ വില്യം ബാർക്ലേ തൻ്റെ പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ കോൾഡ് ദ ഗോസ്പൽ ഇൻ ദ ഗോസ്പൽ, സുവിശേഷത്തിലെ സുവിശേഷം എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായത്തെ അറിയപ്പെടുന്നത്. നഷ്ടങ്ങളുടെയും വീണ്ടെടുപ്പിൻ്റെയും കഥയാണ് ഈ 15 അധ്യായത്തിൽ പറയുന്നത്. 3 നഷ്ടങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ദ ലോസ്റ്റ് ഷീപ്പ്, നഷ്ടപ്പെട്ട ജീവി. ദ ലോസ്റ്റ് കോയിൻ, നഷ്ടപ്പെട്ട വസ്തു. ദ ലോസ്റ്റ് സൺ, നഷ്ടപ്പെട്ട മകൻ. ഈ വേദഭാഗത്തിന് കൂടുതൽ ചേരുന്ന ഒരു തലക്കെട്ട് പാരബിൾ ഓഫ് ദി പ്രോഡിഗൽ സൺ എന്നതിനേക്കാൾ ചേരുന്നത്, ഫിറ്റാകുന്നത് ദ സ്റ്റോറി ഓഫ് ദി ലവിങ് ഫാദർ എന്നാണ്. ദ സ്റ്റോറി ഓഫ് ദി ഫോർഗിവിങ് ഫാദർ, ക്ഷമിക്കുന്ന പിതാവ്, സ്നേഹവാനായ പിതാവ് എന്നതാണ് ഈ ഭാഗത്തിന് കൂടുതൽ യോജിക്കുന്ന ഒരു തലക്കെട്ട്. ഏറെ പരിചയമുള്ള ഒരു ഉപമയാണ് ഇത്. ദിസ് ഈസ് എ വെരി വെരി ഫെമിലിയർ പാരബിൾ.
ദ ലോസ്റ്റ് സൺ എന്നാണ് വേദപുസ്തകത്തിൽ ഈ ഭാഗത്തിൻ്റെ ഹെഡിങ് എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മനുഷ്യനെ മുടിയൻ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഉപമ ഒരു ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപമയാണ്. ഒരു ഭവനം എന്താണ്? വാട്ട് ഈസ് എ ഹോം? ഒരു ഭവനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹോം? ഹോം മീൻസ് എ പ്ലേസ് യു ലിവ് വിത്ത് യുവർ ഫാമിലി. ഡിക്ഷണറി മീനിങ് അങ്ങനെയാണ്. എ പ്ലേസ് യു ലിവ് വിത്ത് യുവർ ഫാമിലി. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്? എന്താണ് ഒരു കുടുംബത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ? ഒന്ന്, ഒരു ഭവനത്തിൻ്റെ നിയമം സ്നേഹത്തിൻ്റെ നിയമമാണ്. ലോ ഓഫ് എ ഹോം ഈസ് ലവ്. എന്നാൽ നമ്മളിവിടെ കാണുന്നത് സ്നേഹത്തിൻ്റെ നിയമത്തിൽ നിന്ന് മോഹത്തിൻ്റെ നിയമത്തിലേക്ക് വഴുതിപ്പോയ ഒരു ചെറുപ്പക്കാരനെയാണ്. ലോ ഓഫ് ലസ്റ്റ്. ഫോർ ഹിം ഹോം ഈസ് എ പ്ലേസ് ഓഫ് അട്രാക്ഷൻ ഫോർ പ്രോസ്പെരിറ്റി ആൻഡ് സെൽഫിഷ്നെസ്. അവനെ സംബന്ധിച്ചിടത്തോളം ഭവനം ഒരു ആകർഷണത്തിൻ്റെ ഇടമാണ്. സമ്പത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ആകർഷണം. He gave importance to rights rather than responsibilities. അവൻ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളെക്കാൾ അവൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കാണ് സ്ഥാനം കൊടുക്കുന്നത്. ബന്ധങ്ങളെക്കാൾ അവകാശത്തിന് സ്ഥാനം കൊടുക്കുന്ന ചെറുപ്പക്കാരൻ. ഈ കാരണങ്ങൾ അവൻ്റെ നഷ്ടപ്പെടലിന് കാരണമായി തീരുന്നു. ഒരു കുടുംബം സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. എന്നാൽ അത് സ്വാർത്ഥതയുടെയും അത് സ്വന്തം അവകാശങ്ങളുടെയും സംരക്ഷണത്തിൻ്റെ ഇടമായി മാറുമ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. നമ്മളുടെയൊക്കെ കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഉപമയെ വിശകലനം ചെയ്യുവാനാണ് ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. 3 പ്രധാന ചിന്തകളാണ് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന്, ബന്ധങ്ങളിൽ നിന്നുള്ള അകൽച്ച, ഡിസ്റ്റൻസിങ് ഫ്രം റിലേഷൻഷിപ്സ്. ബന്ധങ്ങളിൽ നിന്നുള്ള അകൽച്ച ഈ മനുഷ്യൻ്റെ, ഈ മകൻ്റെ നഷ്ടത്തിന് കാരണമായി. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളിൽ ഒന്നാണ് ഡിസ്റ്റൻസിങ്, അകലം, അകൽച്ച എന്നുള്ളത്. അടുപ്പം പാലിക്കേണ്ടിടത്ത് അകലവും അകലം പാലിക്കേണ്ടിടത്ത് അടുപ്പവും സൂക്ഷിക്കുന്ന മകൻ. എന്താണ്? അകലം പാലിക്കേണ്ട ഇടങ്ങളിൽ അടുപ്പം, അടുപ്പം പാലിക്കേണ്ട ഇടങ്ങളിൽ അകലം. ഡിസ്റ്റൻസിങ് ഫ്രം ദ റിലേഷൻഷിപ്സ്. അടുത്തിരിക്കേണ്ടത് ആരോടാണ്? അടുത്തിരിക്കേണ്ടത് അപ്പനോടാണ്, അടുത്തിരിക്കേണ്ടത് അമ്മയോടാണ്, അടുത്തിരിക്കേണ്ടത് ഭാര്യയോടാണ്, അടുത്തിരിക്കേണ്ടത് ഭർത്താവിനോടാണ്, അടുത്തിരിക്കേണ്ടത് കുഞ്ഞുങ്ങളോടാണ്, അടുത്തിരിക്കേണ്ടത് മാതാപിതാക്കളോടാണ്. എന്നാൽ ഇവിടെ അടുത്തിരിക്കേണ്ട അപ്പനോട് അകലവും അകന്നിരിക്കേണ്ട പന്നിയോട് അടുപ്പവും കാണിക്കുന്ന മകൻ. ഡിസ്റ്റൻസ് ഫ്രം ദ ഫാദർ ആൻഡ് ക്ലോസ്നെസ് ടു പിഗ് ആൻഡ് ബീൻ പോട്ട്സ്. അവൻ ഭവനത്തിലാണ് പാർക്കുന്നതെങ്കിലും ബന്ധങ്ങൾ അവന് പ്രസക്തമല്ല. അപ്പൻ്റെ സ്നേഹത്തോട് അവൻ ആഭിമുഖ്യമില്ല. സംതിങ് ഈസ് ലോസ്റ്റ് ഇൻ ഹിം. അവൻ പറയുകയാണ്, എനിക്ക് അർഹമായ വീതം നൽകണം. ഗിവ് മീ മൈ ഷെയർ ഓർ മൈ ഡിസർവിങ് പ്രോപ്പർട്ടി.
under Jewish law, a father was not free to leave his property as he liked. The elder son must get 2/3 and the younger 1/3. Deuteronomy chapter 21 verse 17. യഹൂദന്റെ നിയമം അനുസരിച്ച് മൂത്ത മകനാണ് 2/3 വസ്തു കിട്ടേണ്ടത്. 1/3 മാത്രമേ ഇളയ മകന് അവകാശപ്പെടാനായിട്ട് ഉള്ളൂ. It was by no means unusual for a father to distribute his estate or property before he died. ഒരു അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ വസ്തുക്കൾ ഭാഗിച്ചു കൊടുക്കുന്നത് യഹൂദ നിയമത്തിൽ നിലനിന്നിരുന്ന പതിവല്ല, കസ്റ്റമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ മകൻ പറയുകയാണ്, എന്ത്? ഗീവ് മൈ ഷെയർ ഓർ മൈ ഡിസർവിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്ന മകൻ. ഗീവ് മൈ ഷെയർ ഓഫ് പ്രോപ്പർട്ടി നൗ. അപ്പനെ ജീവനോടെ കാണാൻ ആഗ്രഹിക്കാത്ത മകൻ. കാരണം അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രോപ്പർട്ടി വിതരണം ചെയ്യുന്ന പതിവ് ഇല്ല. ബന്ധങ്ങൾ മരിച്ചു. His relations are reduced to transactions. അവൻ്റെ ബന്ധങ്ങൾ വെറും ക്രയവിക്രയത്തിലേക്ക് തരം താണ ഒരു അവസ്ഥ. His relations are turned to money. അവൻ്റെ ബന്ധങ്ങൾ പണത്തിലേക്ക് വഴുതി വീഴുകയാണ്. മാർക്കറ്റ് വാക്കാണ് ട്രാൻസാക്ഷൻ. കമ്പോളത്തിൻ്റെ വാക്കാണ് ഇടപാടുകൾ എന്ന് പറയുന്നത്, ക്രയവിക്രയം. So he converted his property to cash. ബന്ധങ്ങൾക്ക് തീരെ വിലയില്ല. Relations are dead. ആധുനിക മനുഷ്യൻ്റെ പ്രതിനിധിയാണ് ഈ ചെറുപ്പക്കാരൻ. Relations are dead or relations are turned into transaction. ബന്ധങ്ങൾ ക്രയവിക്രയത്തിനുള്ള ഉപാധികൾ മാത്രമായി ഈ ചെറുപ്പക്കാരൻ കാണുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാം. രണ്ടാമത്തെ മകനെ ആകർഷിച്ചതൊക്കെ ഇന്ന് നമ്മിൽ പലരെയും ആകർഷിക്കുന്നില്ലേ? ധനത്തോടുള്ള അമിതമായ ആർത്തി, അധികാരത്തിൻ്റെ ആർജനം, പവർ മോങ്കറിംഗ്, ഭക്ഷണപാനീയങ്ങളുടെ അമിതമായ ഉപയോഗം, ഗ്ലട്ടണി, മദ്യം, മയക്കുമരുന്ന് ഇവയുടെ ഉപയോഗം, ഇതിനെയാണ് അഡിക്ഷൻ അഥവാ ആസക്തി എന്ന് പറയുന്നത്. ആസക്തി വർദ്ധിക്കുന്തോറും അതിൻ്റെ പൂർത്തീകരണത്തിനായി അകലം പാലിച്ചു വരികയാണ് നമ്മൾ. അടുക്കേണ്ടതിനോട് അകലവും അകലേണ്ടതിനോട് അടുപ്പവും കാണിക്കുന്ന ഒരു ജനറേഷനാണ് ഇന്ന് ഉള്ളത്. അത് നമ്മെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതങ്ങളെ നമുക്കൊന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അകലേണ്ട എന്തിനോടെങ്കിലും നാം അടുക്കുന്നുണ്ടോ? അടുക്കേണ്ട എന്തിനോടെങ്കിലും നാം അകലം പാലിക്കുന്നുണ്ടോ? വളരെ ഗൗരവമായൊരു ചോദ്യമാണ്. അടുത്തിരിക്കേണ്ട അപ്പനോട്, അടുത്തിരിക്കേണ്ട അമ്മയോട്, അടുത്തിരിക്കേണ്ട ഭാര്യയോട്, ഭർത്താവിനോട് അകലം കാണിച്ച് അടുക്കരുതാത്തവരോട് അടുക്കുന്ന ആരെങ്കിലും ഈ ദൈവാലയത്തിലോ എവിടെയെങ്കിലും ഇരുന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ, this is a message for you this morning. കുടുംബ ബന്ധങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് കാരണം? അടുക്കേണ്ട ആളിനോട് അടുക്കാതെ,
അടുക്കരുതാത്ത ആളിനോട് അടുക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. പണം ജീവിതത്തിൽ ആവശ്യമാണ്, ജീവിക്കാൻ വേണ്ടിയാണ് പണം. എന്നാൽ പണം ജീവിതമല്ല. പണം ജീവിതമല്ല, വസ്തുവകകൾ ജീവിതമല്ല. അതെല്ലാം ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുന്ന മീൻസ്, മുഖാന്തരങ്ങൾ മാത്രമാണ്. എന്നാൽ അതിനപ്പുറത്തായി പണത്തെ നാം ആരാധിക്കുന്നുണ്ടോ? പണത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ്? വസ്തുക്കളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? വളരെ ഗൗരവമാണ്. എന്തുപറ്റി? ബന്ധങ്ങൾക്ക് മുറിവ് വന്നപ്പോൾ, വിടവ് വന്നപ്പോൾ, he left home for a distant land. അവൻ ദൂരദേശത്തേക്ക് യാത്രയായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പനിൽ നിന്നും, സഹോദരനിൽ നിന്നും, പിതൃഭവനത്തിൽ നിന്നും അവൻ അകലുകയാണ്. അപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്ന എന്താണ്? അകൽച്ചയാണ്, ദൂരദേശത്തേക്ക് യാത്രയാണ്. എന്നാൽ ഇന്ന് വീടിനുള്ളിൽ തന്നെ ഈ അകൽച്ച പ്രകടമാണ്. ഒരു വീട്ടിലാണ് പാർക്കുന്നതെങ്കിലും കുടുംബാംഗങ്ങളിൽ നിന്ന് അകന്നു കഴിയാൻ താല്പര്യപ്പെടുന്ന ആളുകൾ. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ എന്നേ നമ്മൾ ആരംഭിച്ചതാണ്. കോവിഡ് വന്നത് 20-ലാണ്. അതിനൊക്കെ എത്രയോ മുമ്പേ സോഷ്യൽ ഡിസ്റ്റൻസിങ് പരിശീലിക്കുന്നവരാണ് നമ്മൾ. ഒരു മേൽക്കൂരയ്ക്ക് കീഴിലാണ് പാർക്കുന്നതെങ്കിലും അന്യോന്യം യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതങ്ങൾ. ഡിസ്റ്റൻസിങ് ഫ്രം റിലേഷൻഷിപ്സ്. മാനസിക അകൽച്ച, ശാരീരിക അകൽച്ച, ഇവയെല്ലാം കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാണ്. ഒരു മുറിയിൽ, ഒരു കിടക്കയിൽ കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകലമുള്ള കുടുംബങ്ങളുണ്ടോ? ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന മക്കളും പേരൻസും തമ്മിൽ അകൽച്ചയുള്ള കുടുംബങ്ങളുണ്ടോ? ഇന്ന് ദൂരദേശം നമ്മുടെ ഭവനത്തിൻ്റെ ഉൾത്തളങ്ങൾ തന്നെയാണ്. ഡിസ്റ്റന്റ് കൺട്രി എന്ന് പറഞ്ഞാൽ യൂറോപ്പിലും അമേരിക്കയിലുമല്ല, നമ്മുടെ തന്നെ വീടിനുള്ളിലാണ് ഡിസ്റ്റന്റ് കൺട്രി. ഈ അകലം കുറയ്ക്കാൻ നാം പരിശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. Let us give an extra dose of love to our family. നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ഒരു അധികം സ്നേഹം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. Abstain from all such situations which tamper our relationships. നമ്മുടെ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുന്ന സ്വഭാവത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ബന്ധങ്ങളിൽ നിന്നുള്ള അകൽച്ച ഇവിടെ അവനെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അകറ്റുന്നു എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസിങ് ഫ്രം റിലേഷൻഷിപ്പ്. ദൈവമേ, അടുക്കേണ്ടതിനോട് അടുക്കുവാനും അകലേണ്ടതിനോട് നിശ്ചയമായും അകന്നിരിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2, സുബോധത്തിലേക്കുള്ള മടങ്ങിവരവ്. He came to his senses എന്നാണ് ഒരു വേർഷനിൽ പറഞ്ഞിരിക്കുന്നത്. SENSES. Came back to his senses. ധൂർത്തമായ അനുഭവത്തിൽ നിന്ന് സുബോധത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ മകൻ മടങ്ങി വരികയാണ്.
transformation from prodigal experiences to senses. ഗ്രീക്ക് ഭാഷയിൽ സുബോധം എന്ന വാക്ക് ഒരു മെഡിക്കൽ ടേമാണ്. അത് ബോധം നഷ്ടപ്പെട്ട മനുഷ്യൻ സാവധാനം ബോധാവസ്ഥയിലേക്ക് തിരികെ വരുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ഫെയിൻ്റായി പോയ ഒരാൾ സ്ലോലി ബോധത്തിലേക്ക് മടങ്ങി വരുന്നതിനാണ് ഗ്രീക്ക് ഭാഷയിൽ സെൻസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ എഴുതിയിരിക്കുന്നു, അപ്പോൾ അവന് സുബോധം വന്നിട്ട്, അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു ഹിസ് സെൻസസ്. വേറൊരു വേർഷനിൽ എഴുതിയിരിക്കുന്നത് ഹി കെയിം ടു ഹിംസെൽഫ് എന്നാണ്. അവനിലേക്ക് മടങ്ങി വന്നു എന്ന് പറയുക. Now he is in his right mind. Now he is in right mind. Till now he has not in his right mind. He was totally away from himself. ചിലപ്പോഴൊക്കെ നമ്മളും ഇങ്ങനെയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറഞ്ഞ് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയേണ്ടി വരുന്നില്ലേ? ചിലതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ പറയും, ഒരിക്കലും ഞാൻ ഓർത്തില്ല ഇങ്ങനെ പറ്റും, ഇങ്ങനെ ആയിപ്പോകുമെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? വി ലോസ്റ്റ് അവർ സെൻസ്. ജഡത്തിന്റെ നിയന്ത്രണാതീതമായ ആഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി തൻ്റെ സുബോധത്തെ അടിയറ വയ്ക്കുകയാണ്. ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ പോകുവാൻ 1.5 വയസ്സുള്ള കുഞ്ഞിനെ മതിലിലെറിഞ്ഞു കൊല്ലുന്ന അമ്മ മലയാളിയാണെന്ന് വായിക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിച്ചത്? She lost her sense. ഇന്ന് നമ്മുടെ സെൻസസ്, പഞ്ചേന്ദ്രിയങ്ങൾ എന്തിനായി നാം കൂടുതൽ ഉപയോഗിക്കുന്നു? നമ്മുടെ വിരലുകൾ, അതിൻ്റെ സ്പർശന ശക്തി എന്തിനു വേണ്ടിയാണ് നാം കൂടുതൽ ഉപയോഗിക്കുന്നത്? അരുതാത്ത കാഴ്ചകൾ, അരുതാത്ത കളികൾ അല്ലേ? അടുത്ത സമയത്തൊക്കെ നമ്മൾ വായിച്ചില്ലേ, ഓരോതരം പ്രത്യേക ഗെയിമുകൾക്ക് അടിപ്പെട്ട് സൂയിസൈഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ. നമ്മുടെ കയ്യിലിരിക്കുന്ന റിമോട്ടിൽ നമ്മൾ പതിപ്പിക്കുന്ന വിരലുകൾ എന്താണ് നമ്മളെ ഓർപ്പിക്കുന്നത്? വിരലുകൾക്ക് സുബോധം നഷ്ടപ്പെട്ടുവോ? തൻ്റേതല്ലാത്ത സ്ത്രീക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്ന മനുഷ്യന്റെ വിരലുകളുടെ ബോധം നഷ്ടപ്പെട്ടുവോ? തന്നെ പോലെ തന്നെയുള്ള വേറൊരു മനുഷ്യനെ അപമാനിക്കുവാൻ വാട്സാപ്പ് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്ന മാർത്തോമാക്കാരന്റെ സുബോധം നഷ്ടപ്പെട്ടില്ലേ? സഭാപിതാക്കന്മാരെ അപമാനിക്കുന്ന ഫോർവേഡുകൾ എൻജോയ് ചെയ്യുന്ന മാർത്തോമാക്കാരന്റെ സുബോധം നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? Let us come back to our senses. നമുക്ക് നമ്മുടെ സ്വയത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ദ്രിയങ്ങളുടെ സന്തോഷമല്ല യഥാർത്ഥ സന്തോഷം എന്ന തിരിച്ചറിവ് ഈ മകനെ ഒരു മടക്കയാത്രയ്ക്ക് പ്രേരിപ്പിക്കുകയാണ്. ഇന്ദ്രിയങ്ങളുടെ സുഖം തേടി പോയവൻ പന്നിക്കൂട്ടിലെത്തിപ്പെട്ടപ്പോൾ അവന് സുബോധം വരികയാണ്. Then he remembered about his father's home.
ആനന്ദം പിതാവിൻ്റെ ഭവനത്തിലാണെന്ന് തിരിച്ചറിയുന്നതാണ് സാൽവേഷൻ. എന്താ രക്ഷ? വാട്ട് ഈസ് സാൽവേഷൻ? Salvation is to acknowledge that the joy is in Father's house. പിതാവിൻ്റെ വീട്ടിലാണ് സന്തോഷമെന്ന തിരിച്ചറിവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, സുബോധം നഷ്ടപ്പെട്ട ഇൻവെർട്ടർ കോമായിൽ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കം ബാക്ക്, മടങ്ങി വരിക. എങ്ങോട്ട്? ടു യുവർ ഫാദേഴ്സ് ഹൗസ്. നിന്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക. പിതാവിൽ നിന്ന് അകന്നവൻ അടിമയായിപ്പോയി. He became a slave. Slavery to inheritance. അതാണ് തിരിച്ചു വരുന്നത്. അടിമത്തത്തിൽ നിന്ന് അവകാശത്തിലേക്ക്, അടിമത്തത്തിൽ നിന്ന് അപ്പൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പൻ്റെ വീടിനേക്കാൾ നല്ലതാണ് ദൂരദേശമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണമേ, അത് അടിമത്തത്തിലേക്കുള്ള യാത്രയാണ്. സുബോധം നമ്മെ സ്വർഗീയ പിതാവിങ്കിലേക്ക് മടക്കി വരുത്തും. ഇത് പുത്രത്വത്തിൻ്റെ അവകാശമാണ്. There is a beautiful chorus. Happiness is not the money you have. Happiness is knowing Jesus every day. Gold, bags of gold cannot buy the joy of your Father. Happiness is not the money you have. നിന്റെ കയ്യിലുള്ള പണമല്ല സന്തോഷത്തിന് ആധാരം. Bags of gold cannot buy your Father's love. പിതാവിൻ്റെ സ്നേഹത്തെ സഞ്ചിയിലുള്ള സ്വർണത്തിന് വാങ്ങാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്കും മടങ്ങി വരാം പിതാവിൻ്റെ സന്നിധിയിലേക്ക്. ഫൈനലി നാം മടങ്ങി വരുമ്പോൾ അവിടെ വലിയ ആഘോഷമാണ്. വീണ്ടെടുപ്പിൻ്റെ ആഘോഷം. മൂന്നാമത്തെ ചിന്ത, സെലിബ്രേഷൻ ഓഫ് റിഡംപ്ഷൻ. Verse 20, 20-ാം വാക്യം. So he got up and started back to his father. അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. When he went from the presence of his father, he said, എന്താ പറഞ്ഞു? Give me my share. പോയപ്പോഴെന്താ പറഞ്ഞേ? എൻ്റെ വസ്തുവകയിലുള്ള എൻ്റെ പങ്ക് എനിക്ക് തരണം. Give me my share, my property. മടങ്ങി വന്നപ്പോൾ അവൻ എന്ത് പറഞ്ഞു? നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. I am no longer fit to be called your son. He realized his false identity. അവൻ്റെ ഊതിപ്പെരിപ്പിച്ച വ്യക്തിത്വത്തെ അവൻ മനസ്സിലാക്കി. പോയപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് അവകാശപ്പെട്ടത് ഇതാ. വന്നപ്പോൾ പറയുകയാണ്, നോ ക്ലെയിംസ്, അക്സെപ്റ്റ് മീ ആസ് വൺ ഓഫ് യുവർ സെർവൻസ്. നിന്റെ ജോലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്നാണ് പറയുന്നത്. ഇവിടെ നാം കാണുന്നത് ജഡത്തിൻ്റെ നിയമത്തിൽ നിന്ന് കൃപയുടെ നിയമത്തിലേക്കുള്ള ഒരു മടങ്ങി വരവാണ്. A return from law of lust to law of grace. No claims. ഒരു അവകാശവാദവുമില്ല, അപേക്ഷ മാത്രമേ ഉള്ളൂ. The whole family celebrated his return. They rejoiced in the return of a transformed man. കൃപയുടെ അടയാളങ്ങൾ നൽകി മകനെ ആദരിക്കുന്ന ഒരു പിതാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. സൈൻസ് ഓഫ് ഗ്രേസ്
honoring his son with symbols of grace. എന്താ? മേൽത്തരമായ അങ്കി, മോതിരം, ചെരുപ്പ്, ഇവയെല്ലാം അർഹതയില്ലാത്ത അംഗീകാരത്തിൻ്റെ അടയാളങ്ങളാണ്. ഗ്രേസ് സിംബൽസ് ആണ്. ഇവയൊക്കെ മക്കൾക്കേ ഉള്ളൂ, വേലക്കാർക്കില്ല. ഭവനം കൃപയുടെ അടയാളങ്ങൾ ആഘോഷമാക്കി തീർക്കുന്ന ഇടമാണ്. അർഹതയില്ലാത്ത സ്നേഹം, അൺഡിസേർവിംഗ് ലവ്, അൺകണ്ടീഷണൽ ലവ്, ഒരു ഉപാധിയില്ല. ആഗ്രഹിക്കാത്ത ക്ഷമ, അൺഡിസേർവിംഗ് ഗ്രേസ്, കുറവുകൾ നോക്കാതെയുള്ള കരുതൽ, ഇതൊക്കെ ഒരു പിതാവിൻ്റെ മാത്രം നിയമങ്ങളാണ്, ഒരു കുടുംബത്തിൻ്റെ അടയാളമാണ്. ഈ സന്തോഷത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ജനുവരി 10 രാവിലെ ദൈവം നമുക്ക് തരുന്നത്. The father is expecting or aspiring the son to return. മകൻ മടങ്ങി വരാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പിതാവ്. Can't we see that it is the father who is prodigal? ഈ പിതാവിനെ ഒരു ധൂർത്ത പിതാവായി നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ധൂർത്തപുത്രന്റെ ഉപമയെന്നാണ് നാം ഇതിനെ വിളിക്കുന്നത്. എന്നാൽ ഈ സന്ദേശത്തിൻ്റെ സമാപനത്തിൽ ഞാൻ ചോദിക്കട്ടെ, can we see that it is the father who is prodigal? It is the father who lavishes his grace on both his sons. തൻ്റെ 2 മക്കളുടെയും മേൽ സ്നേഹത്തെ വാരിക്കോരി ചൊരിയുന്ന ഒരു പിതാവ്. The father lavishes his son with love as he runs to this lost son, embraces him and kisses him. നഷ്ടപ്പെട്ട മകൻ മടങ്ങി വരുന്നത് കണ്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്ന പിതാവ് എന്താണ് ചെയ്യുന്നത്? He lavishes his love and grace on him. അവൻ്റെ സ്നേഹത്തിൻ്റെ ധൂർത്താണ് ആ പിതാവ് അവിടെ കാണിക്കുന്നത്. He also goes out to the elder brother who is angry and upset. He pleads with him. എന്താ പറയുന്നത്? My son, you are here with me always. Everything I have is yours. But now we must celebrate and rejoice because your brother was dead and has come to his life again. He was lost and has been found. Verses 31 and 32. മൂത്ത മകൻ്റെ അടുക്കിലേക്ക് പിതാവ് പോവുകയാണ്. അവനോട് പറഞ്ഞു, അവൻ കോപിച്ച് നിൽക്കുകയാണ്, അവൻ അപ്സെറ്റായിട്ട് നിൽക്കുകയാണ്. അവനോട് പറഞ്ഞു, മകനെ, നീ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലേ? നമ്മുടെ ഈ മകൻ മരിച്ചവനല്ലായിരുന്നോ? അവൻ മടങ്ങി വന്നതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. The prodigal father is a pleading father. ധൂർത്തനായ പിതാവ് അപേക്ഷിക്കുന്ന പിതാവാണ്. യഹൂദ പാരമ്പര്യത്തിൽ ഒരു മകൻ്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്ന അപ്പൻ നാണം കെട്ടവനാണ്, ഷെയിംലെസ് ഫാദർ. ഒരു മകനോട് പ്ലീഡ് ചെയ്യുന്ന, ഒരു മകനോട് യാചിക്കുന്ന അപ്പൻ
നാണം കെട്ട അപ്പനാണ്. മനസ്സിലായോ? ഒരു മകന്റെ അടുക്കിലേക്ക്, ഒരു മകൻ അപ്പനിലേക്ക് ഓടാം, എന്നാൽ ഒരു പിതാവിന് അപ്പനിലേക്ക് ഓടിക്കൂടാ. ഓടുന്നത് നാണക്കേടാണ്, ഷെയിമാണ്, യഹൂദന്റെ നിയമം അനുസരിച്ച്. അതുപോലെ ഒരു മകനോട് പ്ലീഡ് ചെയ്യുന്നത്, അവനോട് യാചിക്കുന്നത് ഒരു പിതാവിന് ചേർന്നതല്ല. അത് പിതാവിൻ്റെ പദവിക്ക് നിരക്കാത്തതും നാണക്കേടുമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ നാം കാണുകയാണ്, this father is running shamelessly to bestow honor on a runaway child. This father is running shamelessly to bestow honor on a runaway child. തന്നെ നാണം കെടുത്തിയ മകനെ ബഹുമാനിക്കാൻ വേണ്ടി നാണമില്ലാതെ ഓടുന്ന ഒരു പിതാവിനെയാണ് ഈ കഥയിൽ യേശു നമുക്ക് കാണിച്ചു തരുന്നത്. He is a shameless father. എന്താണ് ഈ പിതാവിൻ്റെ നാണമില്ലായ്മയ്ക്ക് കാരണം? കാരണമൊന്നേ ഉള്ളൂ, തൻ്റെ 2 മക്കളും താൻ ഒരുക്കുന്ന വിരുന്നിൽ പങ്കുചേരണം. Both my sons should be part of his joy. അത് മാത്രമാണ് ഈ പിതാവിൻ്റെ നാണമില്ലാതെയുള്ള ഓട്ടത്തിനും അപേക്ഷയ്ക്കും പിന്നിലുള്ള കാരണം. നമ്മുടെ സഭയിലെ പ്രഗത്ഭനായ ഒരു പ്രസംഗകനാണ് റെവറൻഡ് ഡോക്ടർ ശ്യാം പി തോമസ്. അച്ഛൻ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ്റെ പട്ടത്ത ശുശ്രൂഷയിൽ 25 വർഷങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ അച്ഛൻ്റെ കൂടെ പട്ടമേറ്റ സഹപട്ടക്കാർക്ക് അച്ഛൻ ഒരു എഴുത്തെഴുതി. ആ എഴുത്തിൽ അച്ഛൻ 2 വാചകങ്ങൾ പ്രത്യേകമായി കുറിച്ചു. അതിങ്ങനെയാണ്. അച്ഛൻ സഹപട്ടക്കാർക്ക് എഴുതുകയാണ്, Let us thank God for shamelessly sustaining us for these 25 years. Let us thank God for shamelessly sustaining us for these 25 years. കഴിഞ്ഞ 25 വർഷങ്ങൾ നാണമില്ലാത്ത രീതിയിൽ നമ്മളെ നിലനിർത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു വാചകം കൂടെ അച്ഛൻ എഴുതി, അതിങ്ങനെയാണ്, Let us not be ashamed for this shameless God. Let us not be ashamed for this shameless God. ഈ നാണമില്ലാത്ത ദൈവത്തിന് വേണ്ടി നാണമില്ലാതെ നമുക്കും നിൽക്കാം. എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, ദൈവത്തിന് നാണമുണ്ടായിരുന്നെങ്കിൽ നമ്മളാരും ഇന്നിവിടെ ഇതുപോലെ ഇരിക്കത്തില്ല. കഴിഞ്ഞ 20 വർഷത്തെ പട്ടത്ത ശുശ്രൂഷയിൽ എത്രയോ പ്രാവശ്യം എനിക്ക് വേണ്ടി നാണം കെട്ട എൻ്റെ സ്വർഗീയ പിതാവ്, കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി ഈ ഭൂമിയിലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി 1,00,000 പ്രാവശ്യം നാണം കെട്ട എൻ്റെ സ്വർഗീയ പിതാവ്, നമ്മുടെയൊക്കെ ജീവിതത്തെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. Today we are in this church because of his shameless love. അവൻ്റെ നാണമില്ലാത്ത സ്നേഹത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് നാം ഇന്നിവിടെ ഇരിക്കുന്നത്. അവന് നാണമുണ്ടായിരുന്നെങ്കിൽ നമ്മളിന്നിങ്ങനെ ഇവിടെ ഇരിക്കുമായിരുന്നില്ല. So let us thank God for his shameless love towards us, towards our family, towards our children. And let us not be ashamed for this shameless God. അതുകൊണ്ട് ഈ നാണമില്ലാതെ നമ്മെ സ്നേഹിച്ച ദൈവത്തിന് വേണ്ടി നാണമില്ലാതെ പ്രവർത്തിക്കുവാൻ, കൊടുക്കുവാൻ, അധ്വാനിക്കുവാൻ
ഈ രാവിലെ നാം തീരുമാനിക്കണം. അല്ലാതെ നമ്മുടെ ഏതാണ്ട് മിടുക്കാണെന്നും നമ്മുടെ പ്ലാനിങ്ങിൻ്റെ മഹത്വമാണെന്നും ഒന്നും പറഞ്ഞ് ചുമ്മാ ഞെളിഞ്ഞേക്കരുത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ഷെയിംലെസ് ലവ് ടുവേർഡ്സ് യു ആൻഡ് മീ. നിന്നോടും എന്നോടുമുള്ള അവൻ്റെ നാണമില്ലാത്ത സ്നേഹമാണ് നമ്മെ ഇന്ന് നിലനിർത്തുന്നത്. God is pleading to you this morning. Come. Come. വരിക, വരിക. ഇതാ ഒരു മേശ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു. ഈ മേശയിൽ തടിപ്പിച്ച കാളയെ അല്ല അറുത്തിരിക്കുന്നത്. Not the fattened calf. അതിനേക്കാൾ എത്രയോ എത്രയോ വിലപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനെയാണ് അറുത്തിരിക്കുന്നത്. The feast is ready. ഓടിപ്പോയവനും വരാം, അടുത്ത് നിന്നവനും വരാം, മൂത്ത മകനും വരാം, ഇളയ മകനും വരാം, ധൂർത്തപുത്രനും വരാം, ആത്മീയ പുത്രനും വരാം. All are welcome. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ മേശ നമുക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. തടിപ്പിച്ച കാളയല്ല, തൻ്റെ ഏകജാതനായ പുത്രൻ, only begotten son. God sacrificed the most precious lamb, the most precious son, to begin a new feast. ഒരു പുതിയ വിരുന്ന് ആരംഭിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ബലി കഴിച്ച പിതാവ് രാവിലെ നമ്മെ വിളിക്കുകയാണ്. കടന്നുവാ, നീതിമാനും വരാം, പാപിക്കും വരാം. വിശുദ്ധ കുർബാന വിശുദ്ധന് വേണ്ടിയുള്ളതല്ല, വിശുദ്ധർക്ക് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ടാണ് നാം പറയുന്നത് പാപമോചനത്തിൻ്റെ പ്രാർത്ഥന. നീതിമാനും വരാം, പാപിക്കും വരാം, മൂത്ത മകന്റെ സ്വഭാവമുള്ളവനും വരാം, ഇളയ മകന്റെ സ്വഭാവമുള്ളവനും വരാം. The feast is ready. ഇത് പട്ടക്കാരൻ അനുഷ്ഠിക്കുന്ന വിരുന്നല്ല, ഇത് സ്വർഗീയ പിതാവിൻ്റെ വിരുന്നാണ്. അവിടെ ആർക്കും കടന്നു വരാം. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് ഏറെ അന്യനായി പോയ ഞാനാണ് ഞാൻ. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുൻപേ നടത്തുന്ന തൂയാബ പ്രാർത്ഥന, പ്രിപ്പറേറ്ററി സർവീസ്, ഒരുക്ക ശുശ്രൂഷയിൽ വായിക്കുന്നൊരു വാചകമുണ്ട്. കർത്താവേ, ഏറിയ നാളുകളായി നിന്നിൽ നിന്ന് അകന്നുപോയ പാപി ഞാനാകുന്നു. ഒരു യോഗ്യതയില്ല. ഓരോ ആഴ്ചയും എവറി ഡേ ഐ ആം ഡിസ്റ്റൻസിങ് ഫ്രം യുവർ ലവ്. But accept me as you accepted the publican, as you accepted the woman, as you accepted the thief on the cross. 3 പേരുടെ കാര്യമാണ് കുമ്പസാര പ്രാർത്ഥനയിൽ പറയുന്നത്. ഹ്യൂമൻ പ്രെഡിക്കമെന്റ്സ് ആണ്. കർത്താവേ, നിന്റെ മേശയിലേക്ക് ഞാൻ വീണ്ടും അടുത്തു വരികയാണ്. നിന്റെ നാണമില്ലാത്ത സ്നേഹത്തെ അവഗണിച്ചു പോയ എൻ്റെ കുറവിനെ എന്നോട് ക്ഷമിക്കും. നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്ന ഓരോ നിമിഷവും ഞാൻ നാശത്തിലേക്കാണ് പോയതെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഒരു സങ്കടം, where is our youngsters? Where is our middle-aged families? നമ്മുടെ പള്ളിയിലെ ആരോഗ്യമുള്ളവരൊക്കെ എവിടെയാ? Whether you like it or not, എനിക്കിത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. Enjoying life, enjoying online job, enjoying online facilities, enjoying online food. ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവിൽ വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ. മുളണ്ടിടവകയിലെ ആരോഗ്യമുള്ള ദൈവമക്കളെ, ഈ കോവിഡ് കാലം നിന്നെ ദൈവത്തോട് അകലമുള്ളവനാക്കി തീർത്തു. You are distancing from your loving Father.
ഈ പള്ളിയിൽ പാട്ടുപാടാൻ കഴിവുള്ളവർ എവിടെയാണ്? ഈ പള്ളിയിൽ പ്രതിവാക്യം പറയാൻ കഴിവുള്ളവർ എവിടെയാണ്? ഡിസ്റ്റൻസ്, ടേക്കിംഗ് പ്രിക്കോഷൻസ്. കം ബാക്ക്. മറക്കല്ലേ, നിനക്ക് വേണ്ടി നാണം കെട്ട് ഓടുന്ന ഒരു പിതാവിൻ്റെ സ്നേഹത്തെ നീ മറക്കരുത്. അവൻ്റെ മേശയിൽ സംബന്ധിപ്പിക്കാൻ ലഭിക്കുന്ന ഒരവസരം പോലും പാഴാക്കരുത്. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാം, മിക്കവാറും പള്ളി തുറന്നപ്പോൾ തൊട്ട് എല്ലാ ആഴ്ചയും വരുന്ന ആളുകളുണ്ട്. അത് മറ്റുള്ളവരുടെ അവകാശത്തെ നഷ്ടപ്പെടുത്താൻ വരുന്നതല്ല, അവർക്ക് ഇതിലൊന്ന് സംബന്ധിക്കണമെന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ നേരത്തെ പറഞ്ഞു വച്ചിരിക്കുകയാണ്, എപ്പോൾ ഒഴിവുണ്ടെങ്കിലും എന്നെ വിളിക്കണം. എന്താ? എനിക്കൊട്ടും ഡിസ്റ്റൻസ് ചെയ്യാൻ ആഗ്രഹമില്ല. ഈ ചിന്ത നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പിതാവിങ്കിലേക്ക് ഓടി വരാൻ സാധിക്കുന്നത്. Let us come back to our senses. നമ്മുടെ ബോധങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let us come back to our loving heavenly Father. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നഷ്ടപ്പെട്ട പുത്രൻ്റെ ഉപമയിലൂടെ അവിടുത്തേക്ക് ഞങ്ങളോടുള്ള വലിയ സ്നേഹത്തെ ഓർപ്പിച്ചതിനാൽ ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു. നിന്നിൽ നിന്നേറെ അകന്നുപോയ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിച്ചു. നിന്റെ സന്നിധിയിലേക്ക് ഓടിയെത്തുവാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് വേണ്ടി നാണമില്ലാതെ ഓടി വരുന്ന പിതാവേ, നാണം കെട്ടുപോലും ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ, ഈ സ്നേഹത്തോട് എന്നും കടപ്പെട്ടവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ദയോടെ കേൾക്കണമേ. കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാൻ ഒരുങ്ങി വന്നിട്ടുള്ളവർ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. സഭയായി നിശ്ചയിച്ചിരിക്കുന്ന കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന അനുതാപ ഹൃദയത്തോടെ ഏറ്റുചൊല്ലാം. കൺഫെഷണൽ പ്രയർ. സർവശക്തിയുള്ള ബാവാ തമ്പുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിനിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണം. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പരമകാരുണികനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ.